ഹലോ ഗൈസ്, എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇവിടെ ആറാട്ടുപുഴ ചെറിയ ചാറ്റമഴയും ഒക്കെ ഉണ്ട്. രാവിലെ തൊട്ടൊരു മഴക്കോളിലിങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ വെറുതെ ഇതുവഴി ഒന്ന് റോഡിൽ കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അതായത് നമ്മുടെ വള്ളംകളിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയോടങ്ങളൊക്കെ കരയ്ക്ക് കയറി. അപ്പോൾ ആറാട്ടുപുഴ പള്ളിയോടം ഞാനത് കാണിച്ചു തരാം. അച്ഛനും അമ്മയ്ക്കും ശരിക്കും പറഞ്ഞാൽ പനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ചെറിയൊരു ആശ്വാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരാഴ്ച ഞാൻ ഇവിടെ തന്നെ പെട്ടുപോയി. കാരണം അമ്പലത്തിൽ രാവിലെ വൈകിട്ട് നട തുറക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ അച്ഛൻ തന്നെ കയറി അമ്പലത്തിൽ പോവും. അത് പിന്നെ വീണ്ടും കൂടുതൽ അസുഖം കൂട്ടത്തേ ഉള്ളൂ. ഞാൻ ശാന്തി കഴിക്കുന്ന അമ്പലം, ഞാനിപ്പോൾ ശാന്തി കഴിക്കുന്ന അമ്പലമാണെങ്കിലും അത് അച്ഛൻ്റെ അമ്പലമാണ്. ഞാൻ കാണിച്ചു തരാം. ആറാട്ടുപുഴ ദേവീക്ഷേത്രം എന്ന് പറയും. എൻ്റെ നേരത്തെ ഉള്ളൊരു വീഡിയോയിലുണ്ട്. അതാണ്ടില്ലേ, ഇതാണ് ആറാട്ടുപുഴ ദേവീക്ഷേത്രം. ഇവിടാണ് ഞാൻ ഇപ്പോൾ ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വടക്കോട്ട് ഇരിക്കുന്ന ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വടക്കോട്ട് ആണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ. അതേപോലെ നമ്മൾ ഗണപതി ഹോമം മറ്റു പൂജകളും ഒക്കെ കിഴക്കോട്ട് തന്നെ കഴിക്കുന്നത്. വളരെ പുരാതന നിർമ്മാണ ശൈലിയുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ 2018 വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പം ഈ ക്ഷേത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം മുങ്ങിപ്പോയതാണ്. വീണ്ടും അത് റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരുപാട് ചെളിയും മണ്ണും ഒക്കെ കയറിപ്പോയി അടിഞ്ഞ്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്ത് പരിഹാരക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്താണ് പിന്നീട് പൂജകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 10-14 ദിവസം കഴിഞ്ഞു പിന്നീടൊന്ന് നോർമലായി വരാൻ. ഇത് കണ്ടില്ലേ, ഇതാണ് ക്ഷേത്രം. NSSൻ്റെ വകയായിട്ടുള്ളതാണ്. കണ്ടില്ലേ, അംബിക വിലാസം NSS കരയോഗം. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാ ഈ നമ്മുടെ പള്ളിയോടം കയറ്റിയിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നേരെ പോയി അതൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഞാൻ നേരത്തെ പോയതാണ്, ആറാട്ട് കടവ് എന്ന് പറയും. തൃച്ചെങ്ങന്നൂർ ആറാട്ട് കടവ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അത് ഇവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്താക്കി എന്നൊക്കെയാണ് അറിവ്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് പിന്നെ കണ്ടോ, ആറ്റിലോട്ടാ, പമ്പയാറ്റിലോട്ടാ. ഇവിടെയാണ് നമ്മുടെ ആറന്മുള വള്ളസദ്യയൊക്കെ കഴിഞ്ഞ് ആറാട്ടുപുഴ പള്ളിയോടം. അതായത് എല്ലാ പള്ളിയോടങ്ങളും കരയ്ക്ക് കയറ്റി. ഇവിടെയാണ് ആറാട്ടുപുഴ പള്ളിയോടം കയറ്റിയിട്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം കണ്ടില്ലേ, ഒരു ഷെഡും ഒക്കെ നിർമ്മിച്ച് കണ്ടോ. അപ്പോൾ ഈ വള്ളസദ്യ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഈ പള്ളിയോടം ശരിക്കും പറഞ്ഞാൽ നീറ്റിലിറക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് കയറ്റി ഇതുപോലെ സ്വസ്ഥമായിട്ട് ഭദ്രമായിട്ട് മഴയൊന്നും നനയാതെ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ മാറ്റിവെക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് അപകട മേഖലയാണ്. ഈ ആറ്റ് തീരം എന്ന് പറയുന്നത് അപകട മേഖല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആറ്റിൽ ഇറങ്ങുന്നതും ഇവിടെ കുളിക്കുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിരോധിച്ചിരിക്കുക. കാരണം അത് ഇത്തിരി ഡേഞ്ചറസ് ഏരിയ. അതുകൊണ്ട് ഇത് ആറാട്ടുപുഴ ഗവൺമെന്റ് UP സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ വള്ളം കൊണ്ട് ഇട്ടിരിക്കുന്നത്. പള്ളിയോടം അവിടെ കയറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. ഇത് നമ്മൾ നീറ്റിലിറക്കുന്ന സമയത്താണ് അതിൻ്റെ ഒറിജിനൽ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങിച്ചെന്നൊന്ന് കാണാം. മൊത്തത്തിൽ അടിപൊളിയായി കണ്ടില്ലേ, പള്ളിയോടം അങ്ങനെ കയറ്റി വെച്ചിരിക്കുക. നമ്മുടെ വള്ളസദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്
കിടിലം കേട്ടോ, അടിപൊളി. ഉണ്ടല്ലേ? അതെ, അതാണ് ശരിക്കും പറഞ്ഞ കൂമ്പ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ വന്ന് അമരം എന്ന് പറയും. അപ്പുറത്തെ സൈഡാണ് അമരം. കണ്ടില്ലേ? ഇതാണ് അമരം. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയോടങ്ങളുടെയൊക്കെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ഈ അമരമാണ്. കാരണം അമരത്ത് നിൽക്കുന്നവരുടെ കയ്യിലാണ് അടനയമ്പുള്ളത്. ആ അടനയമ്പ് കൊണ്ടാണ് ഈ പള്ളിയോടത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ട, ഇവിടെ കണ്ടില്ലേ? വലിയ ഷീറ്റും ഒക്കെ ഇട്ട് ഷെഡ് പോലൊക്കെ അടിച്ചിരിക്കുക. ശരിക്കും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ശരിക്കും ഒരു ക്ഷേത്രം പോലെ തന്നെയാണ് ഇതിനെ സാധാരണഗതിയിൽ സംരക്ഷിക്കുന്നത്. കാരണം ഓരോ കരക്കാരുടെയും അഭിമാനമാണ് ശരിക്കും അവരവരുടെ കരയിലെ പള്ളിയോടം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ? ഇവിടെ ടാറൊക്കെ ചെയ്ത്, ടാറല്ല, കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ആറ്റിലോട്ടുള്ള വഴിയൊക്കെ നല്ല സെറ്റാക്കിയിട്ടിരിക്കുക. ഇവിടെ നല്ല ഡേഞ്ചറസ് ആണ്, നല്ല ആഴമുണ്ട്. കാരണം മിക്കവാറും പള്ളിയോടങ്ങളൊക്കെ ഇങ്ങനെ ആഴമുള്ള പ്രദേശങ്ങളിലെ അവരുടെ ഈ പള്ളിയോടം കയറ്റി വയ്ക്കാനുള്ള ഷെഡ് ഒരുക്കത്തുള്ളൂ. കാരണം പള്ളിയോടം നീറ്റിലോട്ട് ഇറക്കുന്ന സമയത്തെ പിന്നെ നമ്മൾ ബോട്ടൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ആറ്റിലോട്ട് ഇറക്കുന്ന സമയത്ത് ആഴമുള്ള പ്രദേശത്തെ അത് ചെയ്യത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ കുറച്ച് ചെറിയ വള്ളങ്ങളും ഉണ്ട്. വള്ളങ്ങളില്ല കേട്ടോ, ഒരു വള്ളമേ ഉള്ളൂ കേട്ടോ. ഇതാണ് പമ്പയാറ്. ഇവിടെ രണ്ട് വള്ളമുണ്ട് കേട്ടോ. ഒരു ചെറിയ വള്ളവും ഒരു വലിയ വള്ളവും. ഇപ്പോ ഈ മഴയൊക്കെ കിഴക്കോട്ട് നല്ല മഴയുള്ളത് കൊണ്ട് കണ്ടില്ലേ, നല്ല ഒഴുക്ക. ഈ പമ്പയാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിയൊഴുക്കാണ് കൂടുതലും. നമ്മൾ ഈ മോളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വലുതായിട്ടൊന്നും കാണത്തില്ല, പക്ഷെ അടിയിൽ നല്ല ഒഴുക്കായിരിക്കും. നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കണ്ടില്ലേ? ഒരു ചെറിയ വള്ളവും കിടപ്പുണ്ട്, ഒരു വലിയ വള്ളവും കിടപ്പുണ്ട്. എന്തൊരു പ്രകൃതി ഭംഗിയാണെന്നറിയാമോ? സത്യം പറഞ്ഞാൽ ഈ പമ്പയാറിന്റെ തീരം മറ്റാറ്റു തീരങ്ങളെക്കാൾ കൂടുതലൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പ്രത്യേക ഐശ്വര്യമാണ് കാണാൻ. അയ്യോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഇതിൻ്റെ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുന്നുണ്ടേ കണ്ടോ എഴുതി വെച്ചിരിക്കുന്ന ആറാട്ടുപുഴ പള്ളിയോടം. ഇവിടുന്ന് ഇങ്ങനെ താപ്പോട്ട് ഈ മുളവടിയൊക്കെ ഇട്ടിട്ട് അതിന് അന്ന് ഇറക്കിയ മുളവടിയുടെ ഭാഗങ്ങൾ അതാണ്ട് ഈ കിടക്കുന്നത് കണ്ടോ. മുളവടിയൊക്കെ ഇട്ട് ഇതിങ്ങനെ ഉരുട്ടിയാണ് തള്ളി എല്ലാവരും കൂടെ ചേർന്ന്. അതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതായത് ഇത് നീറ്റിലോട്ട് ഇറക്കുന്ന സമയത്തും തിരിച്ച് കയറ്റുന്ന സമയത്തും ഒക്കെ ഈ വള്ളം നീരണിയിക്കുന്നതും തിരിച്ചു കയറ്റി ഷെഡി വയ്ക്കുന്നതും ഒക്കെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ട, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ അന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. ഇവിടെ നല്ല ചെളിയുണ്ട് കേട്ടോ. മണ്ണിലേ വെള്ളത്തിനകത്ത് നല്ല ചെളിയാ. കണ്ട, അയ്യോ, നല്ല കലങ്ങിയ വെള്ളം കേട്ടോ. ഇത്തിരി പായലും ഒക്കെ പിടിച്ച കാരണം ഇവിടെ ഇപ്പം ഈ ഒഴുക്കുണ്ടെങ്കിലും ഇങ്ങോട്ട് ആരും ഇറങ്ങാത്തത് കൊണ്ട് ഈ ഭാഗത്തോട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുകയല്ലേ. കെട്ടിക്കിടക്കുന്നതുകൊണ്ട് കുറച്ച് കണ്ടില്ലേ. അയ്യോ, പക്ഷെ മറ്റു മാലിന്യങ്ങളൊക്കെ ഒന്നും ഇല്ല കേട്ടോ വലുതായിട്ട്. മനുഷ്യൻ്റെതായിട്ടുള്ള മാലിന്യങ്ങളുണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ കുപ്പി, പാട്ട, അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവാണ്. ആ വെള്ളം കെട്ടിക്കിടന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ ആറന്മുള വള്ളസദ്യ കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് വിചാരിക്കുക, ഈ വള്ളം, ഞാൻ ഈ വള്ളത്തിലല്ല പോയത്, ഞാൻ വേറൊരു വള്ളത്തിലാണ്. ഇതിപ്പം ആറാട്ടുപുഴ അച്ഛൻ്റെയൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വള്ളമായത്. അപ്പം ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കണം, വള്ളം ഒക്കെ കയറ്റി വെച്ചിരിക്കുന്നതേ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അത് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു.
എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ പമ്പയാറിന്റെ തീരത്ത് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.